ഇന്ന് ഞാൻ മക്കളെ മദ്രസ് പറഞ്ഞയച്ച പാടന്നെ തുടങ്ങിയ പണി എന്ന് പറഞ്ഞത് അലക്കലിൻ്റെ പരിപാടിയാണ് കേട്ടോ. അത് അവിടെ ഒരു കൂമ്പാരം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അലക്കാൻ. ഒരു 2-3 ദിവസത്തെ തുണികളുണ്ട് കേട്ടോ. വേറെ ഒന്നുകൊണ്ടുമല്ല, നമുക്ക് പൈപ്പ് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. മോട്ടർ നമുക്ക് ഇവിടേക്ക് മുറ്റത്ത് പൈപ്പിൽ വെള്ളം വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ മെയിൻ മോട്ടറോ കാര്യങ്ങളോ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് മര്യാദയ്ക്ക് വെള്ളം കിട്ടാതെ, അതുകൊണ്ട് തന്നെ അലക്കാനുള്ള തുണികളും അവിടെ പെൻഡിങ് ആയിരുന്നു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ മോട്ടറൊക്കെ നന്നാക്കിയിട്ട് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതൊരു 6 മണി 6:30 ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അലക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെഷീനിൽ തന്നെയാണ് അലക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയത് കുറച്ച് കല്ലിൽ അലക്കാനുണ്ട്. അതെല്ലാം കൂടെ അവിടെ കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അയിമലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അലക്കാനുള്ളത് മെഷീനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഇടയ്ക്ക് അതിനെ പോയി നോക്കുന്നുണ്ട്, മാറ്റിയിടുന്നുണ്ട്, വെള്ളം മാറ്റുന്നുണ്ട്. അങ്ങനത്തെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ വിചാരിച്ചിട്ടാണ്. കറി പിന്നെ തലേ ദിവസത്തുണ്ട്, അതുകൊണ്ട് പിന്നെ കടി മാത്രം ചുട്ടാൽ മതി. പിന്നെ നമ്മളെ സ്വന്തം നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ വർക്കാവുന്നത് ഈ ഫ്ലഗ് തന്നെയാണ് കേട്ടോ. ഞാൻ മിക്സിയും കൂടെ കുത്തൽ, അതുകൊണ്ടാണ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അരി അരച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലഗ് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് അരി അരഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അപ്പം ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ദോശ ഇതാട്ടോ ഇവിടെ ചുട്ടുകൊണ്ടുണ്ട്. ഈ ഒരു ദോശേൻ്റെ റെസിപ്പി കാണിക്കുമോ അല്ലെങ്കിൽ റെസിപ്പി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും റെസിപ്പി പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. സാധാ പച്ചരി തലേദിവസം വെള്ളത്തിലിടുക, അത് അരയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കുക. അത് തന്നെയാണ് കേട്ടോ നമ്മളെ നീർദോശ. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഈ ഭൂരി ദോശയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അധികവും ഇവിടെ ഈ ദോശയും ഭൂരിയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം. പിന്നെ എനിക്കും എളുപ്പമാണല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. മക്കൾ പോയി എണീച്ചേരെ ഓരോ റൂം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് കേട്ടോ, കിട്ടുന്ന ചാൻസിൽ എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയും ചെയ്തു വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്തു വെക്കും. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു പണി മൊത്തം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് നിൽക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറും പണിയെടുത്ത് നിൽക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ്, കിട്ടുന്ന ഗ്യാപ്പിൽ ഓരോന്ന്, ഇപ്പോൾ ആ ഒരു ദോശ അതിൻ്റെ ഇടയിൽ പോയി എടുത്തിട്ടുണ്ടാവും, അടുത്ത ദോശ ഒഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പണി ചെയ്യാറ്. അങ്ങനെ ഇത് അലക്കൽ കുറേയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയൊരു വെയിൽ കണ്ടപ്പം കുറച്ച് ഞാനൊന്ന് മുറ്റത്തിട്ടതാണ് കേട്ടോ. വേഗം ഉണങ്ങുന്ന തുണികളൊക്കെ ബാക്കിയൊക്കെ പിന്നെ സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ, നമ്മളെ മുറ്റത്ത് ഇതാട്ടോ പരവതാനി വിരിച്ചിട്ടുണ്ട്. പുല്ലിന് എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെയാണ് കേട്ടോ എന്നോട്. അപ്പോൾ ഞങ്ങൾ മുറ്റൊക്കെ ചെത്തി നന്നാക്കിയിട്ട് കുറച്ച് പഴയ കടലാസും പിന്നെ ഫ്ലെക്സിൻ്റെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ മുറ്റത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തി അങ്ങോട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ്. ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.